രേണുസുതി എന്ന ഈ സ്ത്രീക്ക് വളർന്നു വരുന്ന ഒരു കുട്ടിയുണ്ട്. ഋതുലെന്നെങ്ങാണ്ടാണ് അതിന്റെ പേര്. ഋതപ്പൻ എന്നാണ് വിളിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ കുട്ടിയെക്കുറിച്ച്, അവന്റെ ഭാവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി താല്പര്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. രേണുസുതിയെ ബോധവൽക്കരിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല. ആരൊക്കെ ഉപദേശിച്ചാലും രേണുസുതി ഒരിക്കലും നന്നാവില്ല. കാരണം അങ്ങനെ നന്നായാൽ പിന്നെ രേണുസുതി ഇല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവരുടെ ഈ അലവലാതിത്തരവും അഴിഞ്ഞാട്ടവും കണ്ട് മനം മടുത്ത ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിലൊരു വലിയ രസം, അവരിൽ പലരും ഈ സ്ത്രീയുടെ ഇല്ലായ്മയിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും അവർ രക്ഷപ്പെടട്ടെ, അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തവരാണ്. പക്ഷേ അന്ന് അവരെ അനുഗ്രഹിക്കുവാൻ അവരുപയോഗിച്ച അതേ നാവ് കൊണ്ട് തന്നെ ഇന്ന് അവരെ പ്രാകുകയും ശപിക്കുകയും ചെയ്യുകയാണ് ആ ആൾക്കാർ. അതിന്റെ കാരണം, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന അഭിമാനബോധമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത അത്രമാത്രം തരം താഴ്ന്ന ഒരു ജീവിത ശൈലിയിലേക്ക് അവർ നിരന്തരം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അവരുടെ മനസ്സിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതിൽ കൂടി ലഭിക്കുന്ന പ്രശസ്തിയും മാത്രമേ ഉള്ളൂ. ജീവിക്കുവാൻ പണം വേണം. ആ പണം ഉണ്ടാക്കുവാൻ എന്ത് പരിപാടി ചെയ്യുവാനും അവർ തയ്യാറാണ്. കാലക്രമേണ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന്. എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കല എന്ന രീതിയിൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തുവിട്ട വിക്രിയകൾ, ഗോഷ്ടികൾ, അലവലാതിത്തരങ്ങൾ അതെന്തെല്ലാമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടു മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് കൂടുതൽ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അവരോട് സംസാരിക്കുവാൻ വരുന്ന ഓരോ പുരുഷന്മാരും ദ്വയാർത്ഥ പ്രയോഗത്തോടെ ലൈംഗിക ചുവയോടുകൂടി പലതും സംസാരിക്കുന്നതും ഉരുളക്കുപ്പേരി പോലെ അവർ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ആസ്വദിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വാദനവും പണസമ്പാദന മാർഗവുമാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ക്ഷമയുടെ അതിർത്തികൾ തകർക്കപ്പെടുന്നത് പോലെ തോന്നും. അവര് ഈ കമന്റ് ബോക്സുകളിൽ വന്ന് നല്ല പൊളിച്ച തെറികൾ എഴുതി വെക്കും. കാരണം സഹികെട്ടിട്ടാണ്. പക്ഷെ ഒരു രസമുണ്ട്, നിങ്ങൾ എഴുതുന്ന ഓരോ തെറി കമന്റുകൾ പോലും അവർ ആസ്വദിക്കുകയും അതവർക്ക് വീണ്ടും വീണ്ടും റീച്ച് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും ഒരുമ്പെട്ട് അടുത്ത പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമന്റുകൾ പെരുകുമ്പോൾ സംഗതി ഉഷാറാകുമെന്ന് രേണുസുതിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റുകളും അത് തെറിയായാൽ പോലും ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ സഹായമായ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പറയുന്നത് കേരളത്തിൽ ഇന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അവർ മാത്രമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ട് നമ്മളൊക്കെ അരി മേടിക്കുകയാണ് പോലും. അങ്ങനെ അരി മേടിക്കട്ടെ. എന്നാൽ വാസ്തവം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് രേണുസുതി അരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുത്ത നേട്ടമാണ്. രേണുസുതിയുടെ വാലാട്ടിയായി നടക്കുന്ന സജീനയുണ്ടല്ലോ, അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രേണുവിനെ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയ ആണ് എന്ന് വെച്ചാൽ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നൊരു വ്യക്തിയല്ല രേണുസുതി. പകരം വൃത്തികേടുകൾ മാത്രം പറയുകയും നെറുകേടുകൾ മാത്രം ജീവിതത്തിന്റെ മാർഗമാക്കുകയും ചെയ്തപ്പോൾ അത് കണ്ടുകൊണ്ട് നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകൾ നിരന്തരം അതിനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ അവർ ചർച്ചാ വിഷയമായി മാറി, അവർ വൈറലായി മാറി. അതാണ് അവർക്ക് അഭിമാനിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ സ്വയമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തുവാൻ അല്ലെങ്കിൽ പ്രശംസിക്കുവാൻ എന്താ ഉള്ളത്? അതൊന്ന് ചൂണ്ടിക്കാണിക്ക്. സമൂഹ മാധ്യമങ്ങൾ അവരുടെ നെറുകേടുകളെ ചൂണ്ടിക്കാണിക്കുകയും നിരന്തരം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ അവർ വൈറലായി. ആ വൈറൽ അവസ്ഥ അവരുടെ മുമ്പിൽ പല വഴികളും തുറന്നു. അതിൽ കൂടി അവർക്ക് പണമുണ്ടായി. ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറന്നു. തുടർന്ന് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരവും ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പണമുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിലുള്ള മറുപടി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കോലൈസ് തിന്നുന്നതും വട കാണിക്കുന്നതുമായിട്ടുള്ള വീഡിയോകളും റീലുകളുമാണ്, അല്ലാതെ കഴിവുകളല്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പ്രവണത വർദ്ധിച്ചു വരും. കുറച്ചു കഴിയുമ്പോൾ സമൂഹം കണ്ടാൽ അറയ്ക്കുന്ന നിലവാരത്തിലേക്ക് അവർ വീണ്ടും ഇറങ്ങിപ്പോകും. കാരണം ഇപ്പോൾ ചെയ്യുന്നതിന്റെ അടുത്ത നിലവാരത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അടുത്ത ആൽബം അത് വൈറലാവുകയുള്ളൂ. ഈ കള്ളുകുടിയും ഈ വട കാണിക്കലും എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ആരാണ് ഇതൊക്കെ കാണാൻ വരിക? അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചൂടൻ രംഗങ്ങളുമായി അടുത്ത സാധനം വരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏപ്പടം പിടിക്കുന്ന പരിപാടിയിലേക്ക് പച്ചയായിട്ട് ഇറങ്ങിപ്പോയാലല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അത്രമാത്രം രജിസ്റ്റേർഡ് തൊലിയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ ഈ സ്ത്രീ മുൻപോട്ട് പോവുകയാണ്. ഇത് രേണുസുതിയുടെ മാത്രം പ്രത്യേകതയല്ല. അവർക്കൊപ്പം അഴിഞ്ഞാടുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അങ്ങ് മത്സരിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് എന്ന് സാരം. സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വടകളും കോലൈസുകളും ഒക്കെ ഒത്തിരി പേരുടെ ജീവിതമാർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു അറ്റൻഷൻ എക്കണോമിയിലാണ്. ഇവിടെ മൂല്യങ്ങൾക്ക് വളരെ വില കുറവാണ്, ശ്രദ്ധയ്ക്കാണ് വില. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ രേണുസുതി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ പരമാവധി പരിശ്രമത്തിലാണ്.
ഈ മറ്റുള്ളവരുടെ അറ്റൻഷൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ അത് പിടിച്ചു പറ്റുവാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥ ഇവരിലൊക്കെ വെളിപ്പെട്ടു വരികയാണ്. പതിയെ പതിയെ അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് നെറികേട് കാണിച്ചാലും അതിനെ വിമർശിക്കുവാൻ വരുന്ന ആൾക്കാരോട് ചിലർ ചോദിക്കുന്നത്, അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, അവരെ അവരുടെ വഴിക്ക് വിട് എന്നൊക്കെ. അങ്ങനെ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് രേണുസുതിയുടെ പിന്നാലെ അതേ പാത തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളും ഇറങ്ങിപ്പോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൺമക്കളെ അങ്ങനെ അഴിഞ്ഞാടാൻ നിങ്ങൾ വിടാതിരിക്കുന്നത്? അതോ ഒരവസരം കിട്ടാത്തത് കൊണ്ട് പുറത്തേക്ക് വരാതിരിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, രേണുസുതിയെ വെച്ചുകൊണ്ട് ഏപ്പടം പിടിക്കുവാൻ റെഡിയായി നിൽക്കുന്ന സംവിധായകർ, അവരുടെ കൂടെ കെട്ടിമറിയുവാൻ സദാസമയവും തയ്യാറായി നിൽക്കുന്ന ചുണക്കുട്ടന്മാർ 24 മണിക്കൂറും അവൈലബിൾ ആണ്. അവര് വരും നിങ്ങളുടെ കൂടെ, നിങ്ങളെ അവരും വൈറലാക്കി തരും. അവസരങ്ങൾ ധാരാളം നിങ്ങളുടെ മുൻപിൽ കിടക്കുകയാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കരുതോ? ഈ ദാസേട്ടൻ കോഴിക്കോടൊന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുത്തനെ കുറിച്ചാണ്. അയാൾക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനുള്ള ബോധമുള്ളവരാണ്. അയാളുടെ പഴയകാല വീഡിയോകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ മര്യാദ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ മാന്യതയും മര്യാദയും ഒക്കെ അയാൾ അങ്ങ് ചുരുട്ടിക്കൂട്ടി 8 മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അയാളും അയാളോടൊപ്പം ചില ചെറുപ്പക്കാരും ഇപ്പോൾ വളരെ നിലവാരം തകർന്നവരെ പോലെ വിവാദപരമായ ജീവിതശൈലിയെ ചുറ്റിപ്പറ്റി രേണുസുതിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ്. ഒരു മോറൽ എത്തിക്സും ഇല്ലാത്തവരെ പോലെ ആയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടത് മോറൽ എത്തിക്സും മോറൽ ഡയറക്ഷനും ഒന്നും അല്ല, പകരം ത്രില്ലാണ്, ബൗണ്ടറി ബ്രേക്കിംഗ് ആണ്. ഞാൻ ഈ സമൂഹത്തെ ഭയക്കുന്നില്ല എന്നുള്ളൊരു പ്രകടനം. പക്ഷെ ഈ താന്തോന്നിത്തരങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന കുറച്ച് അസന്തുലിതാവസ്ഥകൾ ഉണ്ടാവും. ദുരിതത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം മനുഷ്യരുടെ മുൻപിലേക്ക് വന്നിട്ട് അവരുടെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ അവരെ സഹായിക്കുവാൻ ആൾക്കാർ 2 തവണ ചിന്തിക്കും. കാരണം രേണുസുതി അവരുടെ മുൻപിൽ ഒരു മാതൃകയാണ്. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും അറപ്പുണ്ടാകും എന്നുള്ള മനഃശാസ്ത്രമായിരിക്കും ആദ്യം അവിടെ വർക്ക് ചെയ്യുവാൻ സാധ്യതയുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു പ്രതിഫലനമാണ്. ഇതിനിപ്പോൾ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു ചക്രമാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഉണ്ടാക്കിക്കൊടുത്ത ഹൈപ്പാണിത്. ഇതിനെ തിരുത്തുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചാൽ രേണുസുതിക്ക് അത് പറ്റില്ല. പിന്നെ ആർക്ക് പറ്റും? നമുക്ക് തന്നെ തിരുത്താനും കഴിയുകയുള്ളൂ. അതിപ്പോ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, ഇത് കാണാതിരിക്കുക, അവഗണിക്കുക. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തെറി കമന്റുകൾ പോലും അവർക്ക് കൂടുതൽ റീച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അത് കാണുവാനും അവിടെ പോയി കമന്റ് ചെയ്യുവാനും നിങ്ങൾ തയ്യാറാകുന്നത്? അടുത്ത തലമുറ അവർ നമ്മെ നോക്കിയാണ് പഠിക്കുന്നത്. അവർ നമ്മൾ പറയുന്നതല്ല പഠിക്കുന്നത്. നമ്മൾ എന്തിനെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനെയാണ് അവർ അനുകരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നമ്മളൊരു വൈറൽ സംസ്കാരത്തെയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ വരുന്ന തലമുറ ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്തുവാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി പോകും. ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ആത്മാവാണ്. കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വായിട്ടലക്കല്ല, എന്തെങ്കിലുമൊക്കെ